ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തും അതേമാതിരി വൈകുന്നേരം ചായയുടെ കൂടെയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 8 പീസ് ബ്രെഡ് എടുത്ത് വെക്കാം. നല്ല പുതിയ ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ 8 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അവസാനം ഒരു 4 ബ്രെഡ് കൂടി വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 12 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 250 ഗ്രാം എല്ലില്ലാതെ ചിക്കനാണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് ചിക്കൻ മസാല, പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് തൈര് കൂടി ചേർക്കാം. നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുക. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. അതേമാതിരി ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ച് മാറ്റണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇത് ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 സവാള ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലാതെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക് നുറുക്കിയത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം മുറിച്ചെടുക്കാൻ.
ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ബ്രെഡ് ഒന്നാകെ ഇതിലിട്ട് കൊടുക്കരുത് കേട്ടോ, നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും. ബ്രെഡ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മെല്ലെ ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു പഴയ ദോശക്കല്ല് അടുപ്പിലേക്ക് വെക്കാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ തയ്യാറാക്കുന്ന പാന് വെക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേമാതിരി നിരത്തി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ മുകളിൽ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബ്രെഡിൻ്റെ ബാറ്റർ നിങ്ങൾക്ക് തികയുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് പാലും കുരുമുളക് പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് നിരപ്പാക്കി കൊടുക്കണം. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി വെച്ച് കൊടുക്കാം. കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് അധികമാകരുത് കേട്ടോ. ഇനി മല്ലിയില ഒന്ന് ചെറുതായി അരിഞ്ഞത് ഒന്ന് വിതറി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇതേമാതിരി നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതേമാതിരി ക്യാരറ്റും ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിനി ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ മൂടിക്ക് ഹോൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു പേപ്പർ വെച്ചിട്ട് അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ വെന്തോ എന്നർത്ഥം. ഇനി നിങ്ങൾ സോസ് പാനിലാണ് റെഡിയാക്കുന്നതെങ്കിൽ തിരിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.